എൻ്റെ കൺസൾട്ടൻസി ബിസിനസ്സിന് ഒരു പബ്ലിസിറ്റിയും വേണ്ട. ഞാൻ ഇന്ന് വരെ ഒരു വിസിറ്റിംഗ് കാർഡ് എനിക്ക് പ്രിന്റ് ചെയ്യേണ്ടി വന്നിട്ടില്ല. ഞാൻ അഹങ്കാരം പറയല്ല, ഞാൻ അഹങ്കാരിയാണ്. നോട്ട് ദ പോയിന്റ്. യെസ്, നോട്ടഡ്. അത് 3 Idiots സിനിമയിൽ പറയുന്ന പോലെ ഈ ആറ്റിറ്റ്യൂഡ് കുറേ കഷ്ടപ്പെട്ട് കുറേ ത്യാഗങ്ങൾ സഹിച്ച് കുറേ ബുദ്ധിമുട്ടി ഉണ്ടായതാണ്. എൻ്റെ ആറ്റിറ്റ്യൂഡ് ഞാൻ എൻ്റെ കയ്യിൽ വെച്ചോളാം. ആദ്യത്തെ ക്ലയന്റ് മുതൽ എല്ലാവരും എന്നെ തേടി വന്നവരാ. അതിൽ എന്നെ പലരും സഹായിച്ചിട്ടുണ്ട്, ഇല്ലയെന്നല്ല. ഞാനൊരു വിസിറ്റിംഗ് കാർഡും കൊണ്ടുപോയി ഞാനിങ്ങനെ ബിസിനസ് ചെയ്യുന്നുണ്ട്, എനിക്ക് നിങ്ങളുടെ വർക്ക് തരുമോ, ഞാൻ ഒരു പോർട്ട്ഫോളിയോ ഉണ്ടാക്കുക, ഞാൻ ഇതുവരെ വർക്ക് ചെയ്ത ക്ലയൻസിൻ്റെ പേര് ഞാൻ വേറെ ആളോട് പറയാറ് പോലും ഇല്ല. അതിൻ്റെ ഒന്നും ആവശ്യമില്ലാതെ എന്നെ ആൾക്കാർ തേടി വരാറുണ്ട്. അതുകൊണ്ട് തന്നെ എൻ്റെ കൺസൾട്ടൻസി ബിസിനസ്സിന് ഒരു പബ്ലിസിറ്റിയും വേണ്ട. ഞാൻ ബ്ലോഗ് ചെയ്തതിന് ശേഷം എൻ്റെ കൺസൾട്ടൻസി ബിസിനസ്സിന് അങ്ങനെ വലിയൊരു ഉയർച്ച ഉണ്ടാവുകയോ ഒന്നും ചെയ്തിട്ടില്ല. ഒന്നാമത് അതിൻ്റെ പല ക്ലയൻസ് ഇന്ത്യയിലേ അല്ല, അവർക്ക് മലയാളം എന്ന് പറയുന്ന ഭാഷയും അറിയില്ല, ഞാൻ ഇതിനകത്ത് ഇടുമെന്നും അറിയില്ല. അപ്പോൾ അതിനത് വേണ്ട. എൻ്റെ പേഴ്സണലി എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം എന്ന് പറയുന്നത്, ഇപ്പം എൻ്റെ വൈഫ് ഏഷ്യാനെറ്റ് ഫിലിം അവാർഡ്സിൻ്റെ വലിയ രീതിയിൽ നടന്നത്, അതായത് കോവിഡിന് മുമ്പൊക്കെ ആണല്ലോ, സ്റ്റേഡിയത്തിൽ അങ്ങനെയൊക്കെ ഇത് നടക്കുക. പിന്നെ അത് സ്റ്റുഡിയോ അതൊക്കെ മതിയില്ല, അത് ഹോസ്റ്റ് ചെയ്തത് അവളാണ്. പിന്നെ മനോരമയിൽ ഇപ്പോൾ വരുന്ന സീരിയൽ എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസർ അവളാണ്. ഇപ്പോൾ ബിഗ് ബോസിന്റെ മറ്റേ കണ്ടസ്റ്റൻസിനെ സെലക്ട് ചെയ്യുന്ന അതിനകത്ത്, അതുപോലെ ഇപ്പം സെലിബ്രിറ്റീസിനെ മാനേജ് ചെയ്ത് മോഹൻലാലിനെ കൂടെ കോർഡിനേറ്റ് ചെയ്യുന്ന ഒക്കെ അവളാണ്. ഇവള് ജോലി ചെയ്ത് ഞങ്ങളുടെ 2 പേരുടെയും ലൈഫ് സ്റ്റൈലും ഞങ്ങളുടെ കുടുംബത്തിനെ സപ്പോർട്ട് ചെയ്യാനുള്ള സംഭവം അവൾ ഒറ്റയ്ക്ക് ഉണ്ടാക്കുക, ഞാനൊരു പണിയും ചെയ്യാതെ വീട്ടിലിരിക്കുക. ഇതാണ് എന്റെ ഏറ്റവും വലിയ ആഗ്രഹം.